ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. റഹ്മാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മളുള്ളത് വല്ലപ്പുഴ, ഷൊർണൂർ വല്ലപ്പുഴയിലാണുള്ളത്. അത് നമ്മളെ നവാബിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നവാബിനെ അതേപോലെ സത്താർ ഖാൻ അഖിൽമാനെ കാണണം. അപ്പോൾ ഓരോടത്തൊക്കെ എത്തിയിട്ട് നമ്മൾ കാണാം കേട്ടോ. നമ്മളെ അറാഫുണ്ട് കൂടെ. മൊത്തത്തിൻ്റെ അടുത്ത് എത്തി. ഏതാമത്തെ വീട്? അപ്പം നമ്മളത് ആ വീടെത്താനായി. ലെഫ്റ്റ് സൈഡാണ്, ലെഫ്റ്റ് സൈഡ് വീടത് ഇതാവും. തന്നെ 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 ഇന്ന് കട തുറന്നില്ലേ? ഹലോ, അപ്പോൾ അതാ നമ്മൾ ആദ്യത്തെ ആളെ വീട്ടിലെത്തിക്കണേ. നമ്മൾ നവാബിൻ്റെ വീട്ടിലാണ് ആദ്യം എത്തിയത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ നവാബ് നമ്മളെ ഫുഡൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കഴിക്കുകയാണ് ഇരുന്നിട്ട്. എന്നിട്ട് നവാബ പറയും എന്തൊക്കെ വേറെ വിശേഷം. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരും. ഏത് കാലത്ത് വരാൻ തുടങ്ങിയത്? എപ്പോഴാണ് ഈ വഴി എത്തിയത്? ഞങ്ങൾ വരാനൊക്കെ പറഞ്ഞു. പൊന്നൂസിനായിട്ട് വരാനാ ഭാഗ്യം അല്ലേ? മോളൂസിനെ അതാണ്. വേറെന്തൊക്കെയാ? അപ്പൊ ഇതാണ് നവാബിന്റെ വീട്. പിന്നെ ചാനലൊക്കെ എങ്ങനെ പോണേ? അതൊക്കെ ഇങ്ങനെ പോണേ. ചാനലിന്റെ പേരെന്തേന്? നവാബ് ഷൊർണൂർ. അപ്പൊ എല്ലാരും നവാബിന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ഞങ്ങൾ നവാബിന്റെ ചെറിയൊരു വരുമാനം എന്ന് പറയാനുള്ളതാണ്. ആദ്യം അവന് എന്താണ് വേറെ ലൈനിൽ പോയിരുന്നില്ലേ? ലൈനിൽ പോയിട്ട് അപ്പൊ അവന് ഈ വെയില് അതൊക്കെ പ്രോബ്ലം ആയിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ചെറിയൊരു പെട്ടിക്കട അല്ലേ? അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മളെ നവാബുവിന്റെ സാമ്രാജ്യം അല്ലേ നവാബു? അപ്പൊ എന്തൊക്കെ ഉണ്ട് ഐറ്റംസ്? കുട്ടികൾക്കുള്ളതും എങ്ങനെ എന്നിട്ട് ആരെയും വരണുണ്ടോ? എന്താ പാട്? ആരെയും വരണുണ്ടോ? എന്താ പാട്? കുഴപ്പമില്ല. ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ വരുന്ന നമ്മൾ വിചാരിച്ചത്ര വരുമാനമൊന്നുമില്ല. എങ്ങനെ സാധനം ഇറക്കല? അങ്ങാടിയിൽ തന്നെ സാധനം ഇവിടുന്ന് ടൗണിൽ നിന്ന്, ഷൊർണൂർ ടൗണിൽ നിന്ന് ഹോൾസെയിലിന് ഇറക്കും. കുഞ്ഞാറ്റാല കുഞ്ഞാറ്റ സ്റ്റോഴ്സ് എല്ലാരും ഉണ്ട്. ഇവിടുത്തെ 4 മക്കളും. അതെ. അപ്പോൾ അതാ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മളെ അഖിൽമാൻ്റെ വീട്ടിലേക്ക്. നമ്മളെ കുഞ്ഞാറ്റിയും നവാബും വരുന്നുണ്ട്. കുഞ്ഞാറ്റ കൊടുക്കാം. വേണ്ട, അവളതാക്കണ്ടക്ക. വീഡിയോ എടുത്തിട്ടോ. നമ്മളിതാ അഖിൽമോൻ്റെ വീട് അടുത്തെത്തി. ഈ കയറ്റം കയറിയ അവൻ്റെ വീടെത്തി. ഈ കാണുന്നതാണ് അഖിലിൻ്റെ വീട്. എന്തൊക്കെ വിശേഷം? അല്ല, ഞാനും മാമൻ പെങ്ങളെ ഇതൊക്കെ എന്താണ്? നീ പോയില്ല സംഗമം? അവിടെ വെച്ചിട്ട് എന്റെ പ്രോഗ്രാം ഞങ്ങൾക്ക് ക്ഷണുണ്ട്. അവിടെ നമ്മളെന്തിനാ വെറുതെ വന്നേ? നമുക്ക് അങ്ങോട്ട് പോവാ. ഇവിടെ വന്ന് കയറിയപ്പോ പോയിക്കോളാൻ. എന്താ വാക്ക ഇറങ്ങിക്കാ?
നമുക്ക് എന്താണ് എന്റെ ബാബു ഏട്ടാ ഇങ്ങനെ? എന്താണ് വല്ലാത്ത ബാബുവേട്ടനാണിത്. ബാബുവേട്ടനക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ അല്ലെ, അല്ലാതെ അങ്ങോട്ട് ഇറങ്ങി വന്നൂടെ അവനക്ക്. ആ അവള് ഉറങ്ങിയ പിന്നെ അങ്ങനെ ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറങ്ങൂല്ല. ഇതുവരെ കളിച്ചിരിക്കുന്നേ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കറക്റ്റ് അതിലെ ഉറങ്ങണ സമയത്ത് എന്റെ എഴുന്നേറ്റ് കുറച്ചും ഇങ്ങോട്ട് ആയതാണ്. അപ്പൊ കഴിഞ്ഞപ്പോ ഇവിടുന്ന് നീറ്റണേ എവിടുന്ന് എന്താ എനിക്ക് എടുത്താല് കുറച്ച് കഴിഞ്ഞ ആ കേട്ടല്ല മനസ്സിലിരിപ്പ് എന്നെ കുറിച്ചിട്ടാ പറഞ്ഞത്, വേറെ ആളെ കുറിച്ചിട്ടാ. അറിയാതെ അറിയാതെ വന്നു പോയതാണ്. അപ്പൊ ദാ നമ്മള് ചായക്ക് കുടിച്ച് അതിന്റെ വിശേഷങ്ങളെ കേൾക്കാം. എന്തൊക്കെ ആകില്ല പറയും. സുഖല്ലേ? ഇന്നെന്താ പരിപാടിയൊക്കെ ഉണ്ടേനല്ലേ? അപ്പൊ അഖില് കൊറേ ദിവസമായി കുട്ടീനെ കാണണം എന്നിങ്ങനെ പറയണേ. അപ്പൊ ഇന്നാണ് ഇപ്പൊ പറ്റിയത്. അപ്പൊ കുട്ടീനെ കണ്ടില്ലേ? പിന്നെ ഇനി എന്തൊക്കെ ഇനി പരിപാടി നടത്തേ? എബിലിറ്റി പഠിക്കാൻ പോകണ്ടോ? പോണെന്നുണ്ട് അല്ലേ? 25-ാം തീയതിയോ? ആ ഇനി അവിടെ പോകുമ്പോ വിളിക്കേണ്ടിട്ടാ. അവിടെ അടുത്താണല്ലോ നമ്മളെ വീട്. കിട്ടിയോ? ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇനി വീണ്ടും വരാം. ഇനി ഒരു ദിവസം വരണം ഞങ്ങൾ കേട്ടാ. ഇനി പരാതി പറയില്ലല്ലോ അല്ലേ? വന്നിട്ടില്ലാന്നുള്ളേ. അപ്പൊ ബൈ. ഓക്കെ. ഇതൊക്കെ ആളിതാ അവിടെ പോകണ്ട. നമ്മള് തെരഞ്ഞെടുക്കുന്ന ആളിതാ സത്താർക്കാരൻ്റെ അടുത്തെത്തി. സത്താർക്ക് വണ്ടിയൊക്കെ വന്നിക്കണല്ലോ. ഇനി എങ്ങട്ടാ പിന്നെ നിങ്ങൾ വരാതെ നടക്കി. ആ വീട് മോളെ വണ്ടി റിപ്പയർ ചെയ്യണ്ടോ? നമ്മൾ സത്താർക്കാരുടെ അടുത്ത് വന്ന് ഇത് യൂട്യൂബിലുള്ളതാണ്. പിന്നെ സത്താർക്ക് എന്തൊക്കെയാ വിശേഷം? പുതിയ നല്ല വിശേഷം, അൽഹംദുലില്ലാ, സുഖാണ്. ഇവിടെ സെമി ഇവിടെ ഇല്ല അല്ലേ? സത്താർക്കാന്റെ വൈഫ് ഇവിടെ ഇല്ല, അങ്ങോട്ട് ഓരോ വീട്ടിലേക്ക് പോയതാണ്. ഇന്ന് പരിപാടി ഉണ്ടായിട്ട്. പരിപാടി ഉണ്ട്, ബർത്ത്ഡേ ഉണ്ട് അഞ്ചത്തിന്റെ കുട്ടിയുടെ. സത്താർക്ക് സ്റ്റൈൽ ആയിക്കണല്ല, മുടിയൊക്കെ ചോപ്പിച്ച് നല്ല ലുക്ക് ആയിക്കണം. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാണ്. കാരണം ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഇനി വരുമ്പോ നിങ്ങള് നാട്ടിൽ വരേണ്ടി. എടുത്ത് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർക്ക് അങ്ങനെ യാത്ര എപ്പോഴൊന്നും അവര് പുറത്തേക്ക് ഇറങ്ങില്ല, എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങുള്ളൂ. പിന്നെ അതിന് പറ്റിയ ഡ്രൈവറും വണ്ടിയൊക്കെ വേണം. ഓരോ കിലോമീറ്റർ നല്ല പൈസയാണ് ഇവിടുന്ന് അവർക്ക് എവിടെ പോണെങ്കിലും. അപ്പൊ അങ്ങനെ എപ്പോഴൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. ശരിയാവും. താത്തോടെ പോട്ടെ. ഞാൻ എന്താ പറയാ, മോളെ കേറ്. എന്നാ മോനുസേ ഞങ്ങള് പോയി പോട്ടാ. ഓക്കെ സത്താർക്കാം. അപ്പൊ പോട്ടെ ഇൻഷാ അല്ലാ. ഒരു ദിവസം വരണ്ട കേട്ടാ.